ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. ഈവനിങ് വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കിട്ടിയിട്ട് വണ്ടി പൂജിച്ചിട്ടില്ല. അപ്പോൾ ഇന്നാണ് വണ്ടി പൂജിക്കാനായിട്ട് പോകുന്നത്. അപ്പം ഫസ്റ്റ് അമ്പലമൊക്കെ രാവിലെ പോകാമെന്നൊക്കെ വിചാരിച്ചു അമ്പലത്തിൽ. അപ്പം നല്ല മഴ ആയതുകൊണ്ട് രാവിലെ പോക്ക് നടന്നില്ല. അപ്പോൾ വൈകുന്നേരമാണ് ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ കേശൂട്ടനെ സ്കൂളിൽ നിന്ന് വിളിച്ച് ട്യൂഷനൊക്കെ റെഡിയാക്കി വിട്ടിട്ടുണ്ട് അമ്പലത്തിൽ പോകേണ്ട രീതിയിൽ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് അവൻ്റെ ട്യൂഷൻ ക്ലാസ്സിലേക്കാണ്. ഇതാണ് ഞങ്ങൾ പണ്ട് താമസിച്ച വീടിനടുത്താണ് ഇവൻ്റെ ഈ ഒരു ട്യൂഷൻ ക്ലാസ്. അവിടെ വന്ന് കേശൂട്ടിനെ വിളിക്കാൻ വന്നതാണ്. ഈ ചെറുപ്പം കിട്ടൂ അപ്പോൾ ഇന്ന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. വണ്ടി പൂജിക്കാനല്ല ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഇന്നത്തെ ദിവസം കേശൂട്ടൻ്റെ പിറന്നാളാണ് കേട്ടോ. 5ാമത്തെ പിറന്നാൾ. ഇന്ന് കർക്കിടകത്തിലെ മകയിരമാണ്. അപ്പം ഇന്നാണ് കേശൂട്ടൻ്റെ പിറന്നാൾ. അപ്പോൾ അന്ന് ഞങ്ങൾ രാവിലെ അമ്പലത്തിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും വണ്ടി കിട്ടി. അപ്പോൾ അതും കൂടെ പൂജിക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ രാവിലെ നല്ല മഴയായിരുന്നു. അങ്ങനെ അത് വൈകിട്ടത്തേക്ക് മാറ്റി വെച്ചു. പക്ഷേ ഞങ്ങൾ 5:30ക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ചേട്ടൻ്റെ വണ്ടിയും ഞങ്ങൾ അതിന് മുമ്പ് താമസിച്ച ഒരു സ്ഥലത്ത്, ഒരുപാട് റെൻ്റ് ആയതുകൊണ്ട് പല പല സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് താമസിച്ച മാമല എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഒരു അയ്യപ്പൻ്റെ അമ്പലമാണ്. അപ്പം കണ്ടതാണ് അയ്യപ്പൻ്റെ അമ്പലം. ഞങ്ങളവിടെ കയറിയില്ല. കയറാത്ത കാര്യം അമ്പലം അടച്ചിട്ടിരിക്കുകയാണ്. ഒരു കൊച്ചു അമ്പലമാണ്. അപ്പോൾ അത് തുറക്കാൻ ടൈം എടുക്കും. അവിടെയാണ് ചേട്ടൻ്റെ വണ്ടിയും പൂജിച്ചത്. ചേട്ടൻ ഭയങ്കര അയ്യപ്പ ഭക്തനാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ ഈ വണ്ടി എടുത്തപ്പോഴേ പറഞ്ഞു നമുക്ക് അവിടെ കൊണ്ട് പൂജിക്കാമെന്ന്. അപ്പോൾ അവിടെ അമ്പലം തുറന്നില്ല. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ചോറ്റാനിക്കര വരണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ചോറ്റാനിക്കരയിലും കൂടെ വന്ന് തൊഴാമെന്ന് വിചാരിച്ചു. കാരണം ഇന്നും ചൊവ്വാഴ്ച ദിവസമാണ്. അപ്പോൾ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ നല്ല ഇതാണല്ലോ ചോറ്റാനിക്കരയിലും. അപ്പം ഞങ്ങൾ പറഞ്ഞു അപ്പം ഇവിടെ എന്തായാലും തുറന്നു കാണും, നമുക്ക് അവിടെ പോയിട്ട് തൊഴുതിട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും കറക്റ്റ് ടൈം ആകും. അവിടെ പൂജാരി വരും. അപ്പം ചെറിയ അമ്പലമാണ് അത്, അയ്യപ്പൻ്റെ അമ്പലം. ഇതിനു മുമ്പ് ശബരിമലയ്ക്ക് പോയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ. അപ്പോൾ അവിടെ വെച്ചാണ് കെട്ടുമുറുക്കൊക്കെ നടന്നത്. കേശൂട്ടൻ അമ്പലത്തിൽ വന്നിട്ട് ഈ കരയുന്നത് വേറൊന്നിനുമല്ല, അവന് അവിടെ കണ്ടൊരു സാധനം വേണം, അതിനാണ് കരയുന്നത്. പിന്നെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്ത് കീഴ്ക്കാവിലൊക്കെ പോയി. അമ്പലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നുമില്ല. ഇതിനു മുമ്പും അമ്പലത്തിൻ്റെ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആനയെ കാണാൻ വന്നതാണ് കേട്ടോ അവിടെ. അപ്പോൾ അങ്ങനെ അത് കണ്ടു. പിന്നെ എല്ലായിടും ഒന്ന് തൊഴുത്. ഇവിടെ വരുമ്പോൾ എപ്പോഴും ഞെട്ടുന്നൊരു കാര്യമാണ് വെടിക്കെട്ട്. എപ്പോഴും അങ്ങനെ വെടി പൊട്ടിച്ചുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞെങ്കിൽ പോലും യാദൃശ്ചികമായിട്ട് നമ്മൾ അത് പേടിച്ചു പോകും. അപ്പം അങ്ങനെ അമ്പലത്തിൽ വന്നു. അമ്പലത്തിലെല്ലാം തൊഴുത് ഞങ്ങൾ തിരിച്ച് പോകാൻ. രാവിലെ പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ അമ്പലത്തിൽ വരുന്നു, ഏതെങ്കിലും വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി മസാല ദോശ കഴിക്കണമെന്നൊക്കെ ചേട്ടൻ പറഞ്ഞായിരുന്നു. അപ്പോൾ പ്ലാനിങ് ഫുള്ള് തെറ്റിയായിരുന്നല്ലോ. ഇപ്പം അമ്പലത്തിൽ തൊഴുത് ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഹോട്ടൽ കണ്ടപ്പോൾ ചേട്ടൻ പറഞ്ഞു മസാല ദോശ കഴിക്കണോ, പുള്ളി നെയ് റോസ്റ്റ് എന്ത് കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും വേണ്ട, രാവിലെ ആയിരുന്നല്ലോ ആ പ്ലാൻ, ഇനിയിപ്പോൾ ആ പ്ലാൻ വേണ്ട. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ തൊഴുതിന്. അപ്പം കേശൂട്ടന് അവിടെ ഒരു സാധനം വേണമായിരുന്നു. അങ്ങനെ അമ്പലത്തിൽ കയറിയപ്പോഴേ ഒരു കാര്യം വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് വന്നു. അപ്പോൾ അവിടെ വന്ന് രസീതൊക്കെ എഴുതി കൊടുത്തു. പൂജാരി വന്നതേ ഉള്ളൂ. അപ്പം കുറച്ച് ലേറ്റ് ആകുമെന്ന് പറഞ്ഞു. കാരണം അവിടെ വിളക്കുകൾ കത്തിക്കാനും ഒക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ വണ്ടി നടക്കി നേരെ എടുത്ത് വെക്കണം. അപ്പോൾ പുള്ളി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതൊക്കെ ചെയ്തിട്ട് നമ്മൾ അകത്ത് കയറി രസീതൊക്കെ എഴുതിപ്പിച്ചിട്ട് നമ്മൾ എല്ലാവരും ഒന്ന് തൊഴുതിന് ശേഷം കേശൂട്ടൻ്റെ പേരിലൊരു വഴിപാടുണ്ടായിരുന്നു, അതും ചെയ്ത് പിന്നെ വണ്ടി പൂജിക്കാനുള്ള രസീതും എല്ലാം കൊടുത്തു. വഴിപാടൊക്കെ തിരിച്ച് കിട്ടി, തൊഴുതു. ഇപ്പോഴേ വണ്ടി പൂജിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് തിരുമേനി. അങ്ങനെ വണ്ടിയെല്ലാം പൂജിച്ച് നല്ല ഭംഗിയായിട്ട് കിട്ടി. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ കേശുവിൻ്റെ പിറന്നാളായിട്ട് വലിയ ഒരുപാട് പ്ലാൻ ചെയ്തു. പായസം വേണമെന്നൊക്കെ പറഞ്ഞു. എല്ലാം മഴ കാരണം ഒന്നും വാങ്ങാൻ പോകാനോ ചെയ്യാനൊന്നും പറ്റിയില്ല. ഇനിയിപ്പോൾ എന്തായാലും കേശൂട്ടൻ്റെ ബർത്ത്ഡേ വരുവാണ്, അത് നമുക്ക് അടിച്ചു
അടിച്ചു പൊളിക്കണം. അപ്പോൾ ആ വീഡിയോ ഒക്കെ വരും, എല്ലാവരും മറക്കാതെ കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.